ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ വിജയാർ. മക്കളെ, നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ആരും പഠിക്കുന്നുണ്ടല്ലേ? നമ്മുടെ ഈ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്ന 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ സെറ്റ് ആക്കുന്നത്. ക്ലാസ് കാണുന്നതിന് മുമ്പേ തന്നെ ലൈക്ക് ചെയ്ത് അതോടൊപ്പം തന്നെ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമന്റ് സെക്ഷനിൽ ഇടണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്കുകളാണ് അടുത്ത വീഡിയോസ് ഞങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ വേഗം നമുക്ക് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ തമാശയാക്കി നിൽക്കണ്ട, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ആ ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. ചോദ്യം നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിക്കുക. എന്താ ക്വസ്റ്റ്യൻ എന്താ നോക്ക്. 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം 1400ഉം തുക 81ഉമാണ്. ഇവ ഓരോന്നിന്റെയും തൊട്ടടുത്ത 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം എന്ത്? മക്കൾ മനസ്സിലാക്കി വെച്ചോ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതേപോലെ മറ്റൊരു ടൈപ്പിലും ഇത് ചോദിക്കാറുണ്ട്. അപ്പൊ രണ്ടും മുഴുവൻ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞ 4ാമത്തെ ചാപ്റ്റർ, ഗുണന സമവാക്യങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ നിന്നാണ് വരുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കുക. റെഡിയാണല്ലോ? നോക്ക്, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. എന്താ പറയുന്നത്? പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ഈസ് 1400. ഇവർ പറയുന്ന 2 നമ്പർ ഉണ്ടെന്നാണ്. 2 നമ്പർ എന്ന് പറഞ്ഞാൽ നിനക്കറിയാം, അറിയാത്ത 2 സംഖ്യകൾ നമ്മൾ എന്ത് വിളിക്കും? ഇവിടെ ഏതോ 2 നമ്പറിന്റെ പ്രൊഡക്റ്റ്, അതായത് ഗുണനഫലം 1400 എന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷെ ഏതാണ് ആ 2 നമ്പർ എന്ന് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ആരും പറയുന്നില്ല അല്ലെ? പക്ഷെ നമ്പർ അറിയാത്തത് കൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? അറിയാത്ത ഒരാൾ നമ്മൾ എന്നാ വിളിക്കാം? എക്സ് എന്ന് വിളിക്കാം. 2 നമ്പറിന്റെ കൊണ്ട് 2 ലെറ്റർ ഉപയോഗിക്കാം. ആദ്യത്തെ നമ്പറിന്റെ ഞാൻ എഴുതുന്നുണ്ട്, നമ്പേഴ്സ്. മലയാളത്തിൽ എന്ത് വിളിക്കും? സംഖ്യകൾ. ആദ്യത്തെ നമ്പർ നമുക്ക് അറിയത്തില്ല, അപ്പൊ നമുക്ക് എന്ത് വിളിക്കാം? എക്സ്. ഓക്കെ, അടുത്ത നമ്പർ അതുപോലെ നമ്പർ കൂടെ ഉണ്ട്. ആരാണ് അടുത്ത ആള്? വൈ. അപ്പൊ ഇതാണ് ആ 2 നമ്പേഴ്സ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചോ. ഏതൊക്കെയാണതാ നമ്പേഴ്സ്? ഫസ്റ്റ് എക്സ്, അടുത്തത് വൈ. റെഡി ആണല്ലോ? ചോദ്യം ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്ക്. 2 എണ്ണൽ സംഖ്യകളുടെ, ഇതാണ് ഫസ്റ്റ് എണ്ണൽ സംഖ്യ, ഇതാണ് സെക്കൻഡ് എണ്ണൽ സംഖ്യ. ഗുണനഫലം 1400 എന്ന് പറയുന്നുണ്ട്. ഗുണനഫലം എന്ന് പറഞ്ഞതാണ് രണ്ടും കൂടെ കുടിക്കാം. അപ്പൊ ഗുണനഫലം എന്ന് പറയുമ്പോൾ എന്താ? എക്സ് ഇൻറ്റു വൈ. അപ്പൊ ഇൻറ്റു എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് വൈ എന്ന് എഴുതാം കേട്ടോ. അപ്പൊ എക്സ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു, അതായത് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ 1400 ആണ്. ദാറ്റ് ഈസ് 1400. സെറ്റ് ആണോ? ഇപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ സംശയം ഉണ്ടോ? ഗുണനഫലം എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഇൻറ്റു ഇടാത്തത്? അത് നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ ഇൻറ്റു ഉണ്ടാവും കേട്ടോ. ഓക്കെ, എക്സ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 1400. റെഡി ആണല്ലോ? അതുപോലെ ഒരു സാധനം കൂടെ അവിടെ തന്നിട്ടുണ്ട്. പ്രൊഡക്റ്റ് 1400 ആണ്. അതുപോലെ ഒന്നുകൂടെ തുക 81, സം 81 എന്ന് പറയുന്നുണ്ടാ. ഓക്കെ, സം 81 എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ട കാര്യം? എന്താ? രണ്ടും കൂടെ കൂട്ടുക. തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു നമ്പർ എക്സും അടുത്ത നമ്പർ വൈയും അല്ലേ? അപ്പൊ ആദ്യത്തെ നമ്പറായ എക്സിനെ അടുത്ത നമ്പറായ വൈ കൊണ്ട് കൂട്ടുമ്പോ എത്ര കിട്ടുന്നുണ്ട് പറയുന്നുണ്ട്? 81. ദാറ്റ് ഈസ് ഈക്വൽ ടു 81. ഇത് രണ്ടും റെഡി ആണോ? അവിടെ ഈ 2 സെക്ഷൻ നിങ്ങൾ സെറ്റ് ആക്കി വെച്ചോ. ഇങ്ങനെ തന്നെ എഴുതി വെക്കുക. ഗുണിക്കാൻ പറഞ്ഞ എക്സ് വൈ അല്ലെ, പ്രൊഡക്റ്റ് പറഞ്ഞ എക്സ് വൈ, തുക സം എന്ന് പറഞ്ഞ എക്സ് പ്ലസ് വൈ. ഇങ്ങനെ എഴുതി വെക്കാം. ശേഷം മെയിൻ ചോദ്യം അടുത്തേക്ക് വരുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നോക്ക്. ഇവ ഓരോന്നിന്റെയും തൊട്ടടുത്ത 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം. ശ്രദ്ധിക്കുക, എന്താ ക്വസ്റ്റ്യൻ? എന്താ? വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്? അല്ലെ, അടുത്ത നമ്പേഴ്സ് 2 ആൾക്കാരുടെ അടുത്ത നമ്പർ വേണം. അപ്പൊ അടുത്ത നമ്പർ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. നമുക്ക് സിമ്പിൾ ആണ്. ആദ്യത്തെ നമ്പർ നമുക്കറിയാം. ഏതാണ് ആദ്യത്തെ നമ്പർ? എക്സ് അല്ലേ? ആദ്യത്തെ നമ്പർ എക്സ് ആണെങ്കിൽ അതിന്റെ അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു 1 കൂടുതൽ വേണ്ടേ? എണ്ണൽ സംഖ്യ ആയതുകൊണ്ട്, നാച്ചുറൽ നമ്പേഴ്സ് ആയതുകൊണ്ട് ആദ്യത്തെ എക്സ് ആണെങ്കിൽ പിന്നെ അടുത്ത എത്ര വരിക? 1 കൂട്ടണം. അപ്പൊ എക്സിനോടൊന്ന് കൂട്ടേണ്ടി വരും, എക്സ് പ്ലസ് 1. അതുപോലെ വൈനോടൊന്ന് കൂട്ടിയാൽ എന്ത് കിട്ടും? ആ വൈന്റെ അടുത്ത നമ്പർ കിട്ടും. അപ്പൊ വൈനോടൊന്ന് കൂട്ടണം, വൈ പ്ലസ് 1. അപ്പൊ ഇത് രണ്ടും ആണെന്ത്? അടുത്ത 2 നമ്പേഴ്സ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ അടുത്ത 2 നമ്പേഴ്സ് നമ്മൾ എഴുതാൻ പോവാണ്. ആദ്യത്തെ എക്സിന്റെ അടുത്ത നമ്പർ ആണ് എക്സ് പ്ലസ് 1. അതുപോലെ വൈന്റെ അടുത്ത നമ്പർ ആണ് ആര്? വൈ പ്ലസ് 1. ചോദ്യം എന്താ നോക്കാം. ഈ അടുത്ത 2 നമ്പറുകൾ, അതായത് ഇവ ഓരോന്നിന്റെയും തൊട്ടടുത്ത 2 എണ്ണൽ സംഖ്യകൾ, അതാണ് ഇത്. ദാറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ്. പ്രൊഡക്റ്റാ ചോദിച്ചത്. ഗുണനഫലം എന്ത്? അപ്പൊ ഇതാണ് അടുത്ത 2 നമ്പേഴ്സ്. അപ്പൊ ഇത് രണ്ടും ഗുണിച്ചാ കിട്ടുന്നത് എന്തെന്നാണ്. അപ്പൊ ഞാൻ അതൊന്ന് ഗുണിക്കാൻ പോകുന്നുണ്ട്. അടുത്ത പേജ് എടുക്കുന്നുണ്ട്, ഞാൻ ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യത്തെ നമ്പർ എന്താ? എക്സിന്റെ അടുത്ത നമ്പർ അല്ലെ? എന്താ നോക്കോ, എക്സിന്റെ അടുത്ത നമ്പർ ആണ് എക്സ് പ്ലസ് 1. പറഞ്ഞു എങ്ങനെയാണെന്ന്? റെഡി അല്ലേ? ഓക്കെ, അതുപോലെ വൈന്റെ അടുത്ത നമ്പർ പറ, വൈ പ്ലസ് 1. ഇത് രണ്ടും കൂടെ ഗുണിച്ചാൽ എന്ത് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. റെഡിയാണോ? മക്കള് മനസ്സിലാക്കി വെച്ചോ. ഇത് ഗുണിക്കാൻ സിമ്പിൾ ആടാ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? ഇതാ കണ്ടോ, ഈ എക്സിനെ വൈ കൊണ്ട് ഗുണിക്കുക. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ഈ എക്സ് എന്ന് പറഞ്ഞ നമ്പറിനെ ഇവിടെ 2 പേരെ കൊണ്ട് ചെയ്യാം. ആദ്യം ഞാൻ ചെയ്യുന്നത് എക്സ് ഇൻറ്റു
വൈ. എക്സ് ഇൻറ്റു വൈ എത്രടാ? എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാല് എക്സ് വൈ ആണ്. എക്സ് വൈ അല്ലെങ്കിൽ എക്സ് ഇൻറ്റു വൈ ആണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഇൻറ്റു ഉണ്ടെന്ന് മനസ്സിലാക്കുക. എക്സ് ഇൻറ്റു വൈ റെഡിയാണല്ലോ. ഓക്കെ, അതുപോലെ എക്സിന് അടുത്ത ആൾ കൊടുക്കും. എക്സ് ഇൻറ്റു വൺ. എക്സ് ഇൻറ്റു വൺ എത്രയാ? ഒരെക്സ്. എക്സ് ഇൻറ്റു വൺ. എക്സ് ഗുണിക്കണം 1 എന്ന് പറഞ്ഞാല് ഒരെക്സ് ആണ്. അപ്പൊ എക്സ് എന്ന് എഴുതിയാൽ മതി. ചിഹ്നം ഏതാണ്? പ്ലസ്. റെഡിയാണോ? അപ്പൊ എക്സിന് 2 ആൾക്കാരും കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഈ എക്സിനെ ഈ 2 പേരെ കൊണ്ടും ചെയ്തു. അപ്പൊ ഇത് കിട്ടി. അതുപോലെ ഒന്നിനും ചെയ്യും. ഈ ഒന്നിനെ ഈ 2 പേരെ കൊണ്ട് ചെയ്ത് നോക്കാല്ലേ നമുക്ക്. 1 ഇൻറ്റു വൈ. 1 ഇൻറ്റു വൈ എന്ന് പറഞ്ഞതാണ് 1 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്. അപ്പൊ 1 ഇൻറ്റു വൈ എന്ന് പറഞ്ഞാലോ വൈ. റെഡി അല്ലേ? അതുപോലെ തന്നെ അടുത്തും കൂടെ നോക്ക്. എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്തയിലേക്ക് നോക്ക്. 1 ഇൻറ്റു കണ്ടോ 1 ഇൻറ്റു 1 എത്രടാ? 1 ഇൻറ്റു 1 1 അല്ലേ? എന്താണ് സുഖം? സെറ്റ് അല്ലേ? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ മക്കളെ. ഈ എക്സിനെ 2 പേരെ കൊണ്ട് ചെയ്തു, ഈ 1നെ 2 പേരെ കൊണ്ട് ചെയ്തു. അതാണ് ഈ സാധനം. സെറ്റ് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കാണിച്ചു തരാം. ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. നേരത്തെ നമ്മൾ എന്തോ ഒരു സാധനം എടുത്തു വെച്ചിരുന്നല്ലോ. ആ സാധനം നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത ഉത്തരം സെറ്റാ മക്കളെ. ഏതാ സാധനം നോക്കാം അല്ലെ നമുക്ക്. ഇവിടെ എക്സ് വൈ എന്ന് പറയുന്ന സാധനം ഗുണനഫലത. എക്സ് വൈ എന്ന് പറഞ്ഞാൽ 1400 ആണല്ലേ. അപ്പൊ ഞാൻ ഇതൊന്ന് സൈഡിൽ എഴുതി തരാം. എക്സ് വൈ ഓൾറെഡി നമുക്ക് ചോദ്യത്തിൽ തന്ന സാധനമാണ് 1400. ആ 1400 ഈ എക്സ് വൈക്ക് പകരം കൊടുക്കാം. ഞാൻ കൊടുക്കുന്നു നോക്കട്ടോ. ഈ 1400 കൊടുക്കുന്നു. കണ്ട കൊടുത്തു. അപ്പൊ എത്ര കിട്ടും? ഇവിടെ കൊടുത്തുട്ടോ. അപ്പൊ 1400. റെഡിയാണോ? നേരത്തെ ചോദ്യത്തിൽ നിന്ന് കിട്ടിയ ഹിന്റ് ആണത്. ഓക്കെ, റെഡി. അതുപോലെ തന്നെ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 81. അതും ചോദ്യത്തിൽ തന്നതാണ്. അതും നമുക്ക് ഈ തരാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 81. ഈ ഇക്വേഷനിൽ ഈ സാധനത്തിൽ നമുക്ക് എവിടെയാ എക്സ് പ്ലസ് വൈ ഉള്ളത് നോക്ക്. കണ്ടോ, എക്സ് പ്ലസ് വൈ രണ്ടും കൂടെ ചേർന്നതാണ് കേട്ടോ. അപ്പൊ എക്സ് പ്ലസ് വൈ അതെത്രയാണ്? 81. ഇവിടുത്തെ ചിഹ്നം അതേപോലെ ഇട്ട് കൊടുക്കും. ഇവിടുത്തെ ചിഹ്നം അതേപോലെ ഇവിടെ ഇട്ട് കൊടുക്കും. അപ്പൊ പ്ലസ്, അതുപോലെ ഇവിടുത്തെ ചിഹ്നോട് +1. ഇത് ചെയ്താൽ മതിയടാ. ചെയ്ത് നോക്കല്ലേ നമുക്ക്. സിമ്പിൾ ആണ്. 1400 പ്ലസ് 81. 1481 പ്ലസ് 1. അപ്പൊ 1482. ദേ നമ്മുടെ തരം ഒരേ പൊളി സെറ്റ്. യെസ്, റെഡി ആണെങ്കിൽ എന്റെ പൊന്നുമക്കൾ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തേ. ഇത്രയേ ഉള്ളൂടാ. നിങ്ങൾ 5 മാർക്ക് നിങ്ങളുടെ പോക്കറ്റിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു ടൈപ്പ് സാധനം കൂടെ ഉണ്ട്. അതും കൂടെ പഠിച്ചിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. കാരണം അത് ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ് ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ ഇതാണ് ക്വസ്റ്റ്യൻ. ചോദ്യം നന്നായിട്ട് വായിച്ചോ. ചോദ്യം ശ്രദ്ധിച്ചിരിക്കേ. കണ്ടോട്ടോ. നേരത്തെ മാതിരി ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. എന്താ ക്വസ്റ്റ്യൻ? എന്താ? 2 ഒറ്റ സംഖ്യകൾ. ഇവിടെ 2 ഒറ്റ സംഖ്യകളാണ്. പക്ഷെ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നേരത്തെ എണ്ണൽ സംഖ്യകളായപ്പോഴുള്ള ചെറിയൊരു മാറ്റമേ ഉള്ളൂ. നേരത്തെ മാതിരി തന്നെ ചെയ്ത് നോക്കല്ലേ നമുക്ക്. ഇവിടെ 2 സംഖ്യകൾ ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മുടെ സംഖ്യകൾ ഇംഗ്ലീഷിൽ എന്നാ പറയും? നമ്പേഴ്സ്. ആദ്യത്തെ സംഖ്യനെ നമ്മൾ എക്സ് എന്ന് വിളിക്കാം. അടുത്ത സംഖ്യനെ നമ്മൾ എന്ത് വിളിക്കാം? വൈ. 2 നമ്പേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ആദ്യത്തവനെ എക്സും അടുത്തവനെ വൈ എന്ന് വിളിച്ചു. 2 സംഖ്യകളുടെ നേരത്തെ മാതിരി തന്നെ ഒന്ന് എഴുതിക്കാം. 2 സംഖ്യകളുടെ ഗുണനഫലം 621. ദ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് 621. എങ്ങനെ എഴുതാ? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഇൻറ്റു വൈ ഗുണിക്കുക. അപ്പൊ ഗുണിച്ചു നോക്കല്ലേ നമുക്ക്. അപ്പൊ എക്സ് ഇൻറ്റു വൈ. ഇൻറ്റു എഴുതേണ്ട ആവശ്യമില്ല. എക്സ് വൈ എഴുതിയാൽ മതി. ഇൻറ്റു അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പൊ എക്സ് വൈ ഈക്വൽ ടു ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും എന്ന് പറയുന്നുണ്ട്? 621. റെഡിയല്ലേ? അതുപോലെ അടുത്തും നോക്ക്. തുക 50 ആണ്. ആൻഡ് ദെയർ സം. ആദ്യത്തെ നമ്പർ എക്സും അടുത്ത നമ്പർ വൈന്റെയും സമ്മ്. അപ്പൊ എക്സ് പ്ലസ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു സം എത്രയാണ്? 50 ആണ്. റെഡിയാണോ? അപ്പൊ നേരത്തെ മാതിരി നമ്മൾ ഹിന്ദി ജസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പേജിൽ നമുക്ക് ഒരു ചോദിച്ചതിന്റെ ചോദ്യത്തിന് ഉത്തരം എഴുതാം. ചോദ്യം നോക്കിട്ടോ. അപ്പൊ ഇവിടെ ഒറ്റ സംഖ്യകളാണ്. ആദ്യത്തെ ഒറ്റ സംഖ്യ നമ്മൾ എന്തെടുക്കുന്നത്? എക്സ് എടുത്തു. ഇവിടെ ഒറ്റ സംഖ്യയാണ്. ഓഡ് നമ്പേഴ്സ്. നമുക്ക് വേണമെങ്കിൽ ഒറ്റ ഓഡ് നമ്പേഴ്സ് എന്ന് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് എക്സ്, അടുത്ത വേറൊരു ഓഡ് നമ്പർ ആണ് വൈ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു ഓഡ് നമ്പറിന്റെ അടുത്ത ഓഡ് നമ്പർ അല്ലെ, ഒരൊറ്റ സംഖ്യയുടെ അടുത്ത ഒറ്റ സംഖ്യ കിട്ടണമെങ്കിൽ എന്താ ചെയ്യുക? ഒന്ന് ആലോചിച്ച് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം നിങ്ങൾക്ക്. നോക്കോ. ഇപ്പൊ എക്സാമ്പിൾ 1, 3, 5, 7, 9 ഇതൊക്കെ ഒറ്റ സംഖ്യകളാണല്ലേ. അതായത് 2 കൂടി 2 ഒക്കെ 2 കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഇനിയിപ്പം 9ന്റെ അടുത്ത ഒറ്റ സംഖ്യ കിട്ടണമെങ്കിൽ 2 കൂട്ടേണ്ടി വരും. അതായത് 11 അല്ലെ. അങ്ങനെ കിട്ടേണ്ടി വരും. അപ്പം ഒറ്റ സംഖ്യകളാ. ഓഡ് നമ്പേഴ്സ് ആണെങ്കിലും ഇരട്ട സംഖ്യകളാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്താൽ മതിടാ? 2 കൂട്ടാണ് വേണ്ടത് കേട്ടോ. അപ്പൊ ആദ്യത്തെ സംഖ്യനെ നമുക്ക് എന്ത് ചെയ്യാം?
എക്സ് എടുത്തു, അതിന്റെ അടുത്ത ചോദ്യം നോക്ക്. എന്താ ചോദ്യം പറഞ്ഞത്? ഓരോ ഒറ്റ സംഖ്യയുടെയും തൊട്ടടുത്തുള്ള രണ്ടൊറ്റ സംഖ്യകളുടെയാണ് ചോദിച്ചത്. തൊട്ടടുത്തുള്ളതാ ചോദിച്ചത് അല്ലെ? അപ്പൊ തൊട്ടടുത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ ഒറ്റ സംഖ്യ എക്സ് ആണ്. അപ്പൊ അതിന്റെ തൊട്ടടുത്തുള്ള ഒറ്റ സംഖ്യ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ. അടുത്ത ഒറ്റ സംഖ്യ കിട്ടണമെങ്കിൽ ഒരു 2 കൂട്ടിയേ പറ്റൂ. കാരണം ഒറ്റ സംഖ്യകൾ ഓഡ് നമ്പേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പ് എപ്പോഴും എത്രയേ വരത്തുള്ളൂ? 2 വരത്തുള്ളൂ അല്ലെ? അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഒറ്റ സംഖ്യ എക്സ് ആണെങ്കിൽ അതിന്റെ അടുത്തുള്ളതെന്ന് പറയുമ്പോ എക്സിനോട് ഒരു 2 കൂട്ടി. സെറ്റ് അല്ലേ? അതുപോലെ വൈന്റെ അടുത്ത ഒറ്റ സംഖ്യ ഏതാണ്? വൈന്റെ അടുത്ത ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ വൈനോട് ഒരു 2 കൂട്ടി. ഒറ്റയാണെങ്കിൽ ഇരട്ടയാണെങ്കിൽ 2 അങ്ങോട്ട് കൂട്ടിക്കൂടാ, അത്രേ ഉള്ളൂ. അപ്പൊ അതാ വൈനോട് 2 കൂട്ടി. ഇവയുടെ ഗുണനഫല ചോദിച്ചത്. അപ്പൊ ഇവിടെ ഗുണനഫലം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇത് ജസ്റ്റ് ഇൻറ്റു ചെയ്യുക, ബ്രാക്കറ്റ് ഇട്ടിട്ട്. റെഡിയാണോ? അത് ഞാൻ അടുത്ത പേജിൽ എഴുതി തരാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. ഇതാ കണ്ടോ, ശ്രദ്ധിച്ചോ. ആദ്യത്തെ ഒറ്റ സംഖ്യ അതിന്റെ അടുത്തല്ലേ? അപ്പൊ അത്ര x+2 ഇതാണ് നമ്മുടെ അടുത്തുള്ളത്. റെഡിയാണല്ലോ? ഒന്നുമില്ല, ഞാൻ പറഞ്ഞ ഈ സാധനം സെയിം സാധനം കേട്ടോ. അപ്പൊ വൈന്റെ അടുത്ത് ഏതാ? y+2. ഏതാണ്? y+2. ഇത് 2 ഗുണിച്ചാൽ എന്ത് കിട്ടും എന്നാ ചോദിച്ചത്. എന്റെ പൊന്നു മക്കളോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. എന്താ ചെയ്യാ? ദേ നോക്കിക്കോ, നമ്മുടെ സുയിലോ എടുത്തോ. സുയിലോ x×y എത്രടാ? xy. റെഡിയാണല്ലോ? x×2 എന്ന് പറഞ്ഞാൽ 2x ആണ് കേട്ടോ. പ്ലസ് 2x. അതുപോലെ ഈ 2നെ എടുക്ക്, 2×y അല്ലെ? 2×y എന്ന് പറഞ്ഞാൽ 2y. റെഡിയാണോ? അടുത്ത 2ന് അടുത്ത് കൊടുക്ക്. 2×2 എത്രടാ? 4 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 4. റെഡിയാണോ? ഒന്നുമില്ലടാ, ഇയാളെ പിടിച്ച് 2 പേർക്കും ചെയ്തു കേട്ടോ. ഇത്ര പണിയുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ ഹിന്റുകൾ കൊണ്ടുവരാം. നേരത്തെ ഓൾറെഡി തന്ന സാധനം ഉണ്ട്. എക്സും വൈയും കുടിച്ചാൽ ഇതാണ്, എക്സും വൈയും കൂട്ടിയാൽ ഇതാണ്. ഞാൻ അടുത്ത മാജിക് കാണിച്ചു തരാം. നോക്കട്ടോ. ഓക്കെ, കണ്ടോ? ഈ ഹിന്റുകൾ ഇവിടെ ഇട്ടെടുത്താൽ മതി. ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ ഇട്ടെടുക്കുന്നത് XY എന്ന് പറഞ്ഞാല് 621. അപ്പൊ ഈ XYക്ക് പകരം നിങ്ങൾ എത്ര കൊടുക്കണം? 621. ഇവിടുത്തെ ചിഹ്നം പ്ലസ്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു സാധനങ്ങൾ ചെയ്യണം. ആദ്യം നിങ്ങൾ ഈ 621 ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരിക്കുക. ഒറ്റ സ്റ്റെപ്പ് കൂടെ ഉണ്ട്. എന്താ അറിയോ? ഇവിടെ ഒരു സാധനം, ഇവിടെ 2 സ്ഥലത്തും കണ്ടോ നിങ്ങൾ? ഇവിടെ 2 സ്ഥലത്ത് 2 കണ്ടോ നിങ്ങൾ? നോക്കി നോക്കിയാ, 2x 2y. അതിലില്ലേ? അതിൽ ആ 2നെ അടിച്ചിട്ട് ചവിട്ടി പുറത്തിടാം. 2നെ എടുത്ത് ചവിട്ടി പുറത്തിട്ടാ മതി. കാരണം നേരത്തെ 2 ഇല്ലായിരുന്നു ചവിട്ടി പുറത്തേക്ക് ഇടാൻ. പക്ഷെ ഇവിടെ 2 ഉള്ളത് കൊണ്ട് നമുക്ക് 2നെ എന്ത് ചെയ്യാം? പുറത്ത് കിടാം. അപ്പൊ ഇതെങ്ങനെ മാറാന്നറിയോ? നോക്ക്, XY ഇത് ഇതേപോലെ തന്നെ ഇതും കണ്ടോ. പക്ഷെ ഈ 2ലും 2 ഉള്ളത് കൊണ്ട് ആ ഒരു 2നെ പുറത്തിടാം. ഓക്കെ, പ്ലസ് ഒരു 2ന് പുറത്തിട്ടു. ഉള്ളിൽ ആരൊക്കെ വരിക? ഈ എക്സും ഈ വൈയും. അപ്പൊ x+y ഇങ്ങനെ എഴുതാൻ നിങ്ങൾ പഠിക്കുക. 4 അപ്പുറത്ത് എഴുതാം. ഓക്കെ, ശേഷമാണ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇതാ നോക്കിക്കോ, ഞാൻ എന്താ ചെയ്തത്? 2ന് 2 ഉണ്ട്. അങ്ങനെ വേണ്ട കേട്ടോ. 2ന് ചവിട്ട് കൊടുക്കണം, പുറത്തേക്കിട്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? XYക്ക് പകരം ഈ 621 ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. XYക്ക് പകരം 621. റെഡിയാണല്ലോ? അതുപോലെ തന്നെ പ്ലസ്, അതേത് പ്ലസ് ആണ് അറിയാലോ? ഈ പ്ലസ് ആണ്. അതുപോലെ അടുത്ത് 2 ശ്രദ്ധിക്കുക മനെ ഇതിവിടെ കൊടുത്തു. ഈ XYന് പകരം ഈ XY അല്ല, X+Yന് പകരം ഈ 50 ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പൊ 2 ഇൻറ്റു ഉണ്ടാവും കേട്ടോ അവിടെ. അപ്പൊ 2 × 50 അപ്പുറത്ത് +4. റെഡിയാണോ? ഒന്നുമില്ലടോ. സംഭവം എന്താ ചോദിച്ചാല് ഈ സാധനം ചോദ്യത്തിൽ തന്നതാണ്. ആ സാധനം എന്താ ഇവിടെ നമുക്ക് കിട്ടീന്, അതിന് പകരം കൊടുത്തു. എക്സും വൈയും അവിടെ കൊടുക്കാം. അപ്പൊ 621. X+Y ഓൾറെഡി ചോദ്യത്തിൽ തന്നതാണ്, അത് 50 ആണ്. അപ്പൊ ഈ ഉള്ളിലുള്ള XYക്ക് പകരം ആ 50 കൊടുക്കാം. ഇവിടെ ഇൻറ്റു ഉണ്ടാവും. സെറ്റല്ലേ? സെറ്റാണ്. ഇത് ചെയ്താൽ മതിടാ. ഇത് ചെയ്താൽ നമ്മുടെ ഉത്തരം ഒരേ പൊളി. സെറ്റ്. നോക്കാം, നമുക്ക് കൂട്ടി നോക്കാം അല്ലെ? 600 ഗുണിക്കണം. 621 അതേപോലെ എഴുതി. 250 100 ആണേ. 100 + 4 ഒന്ന് കൂട്ടി നോക്കിയടാ. കൂട്ടി നോക്കല്ലേ നമുക്ക്? 621 100 721. 721 4 725. ദേ നമ്മുടെ ഉത്തരം ഒരേ പൊളി. സെറ്റ് 725. റെഡിയാണോ?
മക്കൾക്ക് റെഡിയാണോ? അപ്പൊ ഈ ഒരു ചോദ്യത്തോടുകൂടെ നമ്മൾ 5 മാർക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ പൊന്നുമക്കൾക്ക് ഞാനൊരു സാധനം കൂടെ പറഞ്ഞുതരാം. നമ്മുടെ പരീക്ഷയൊക്കെ ഇങ്ങോട്ട് അടുക്കാറായിട്ട് പരീക്ഷ നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്. പരീക്ഷയൊക്കെ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫീഡ്ബാക്കുകൾ പറയണം, എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷകൾ എന്ന്. അപ്പൊ ഈ ഒരു ഇൻസ്റ്റഗ്രാം ID നിങ്ങൾ എന്ത് ചെയ്തോളാം, ഫീഡ്ബാക്കുകൾ പറയാം. വൈശാഖ് JR എന്നാണ് ഇൻസ്റ്റഗ്രാം ID. ഈ IDയിൽ നിങ്ങൾ ഫീഡ്ബാക്കുകൾ പറയണം കേട്ടോ, മറക്കരുത്. പിന്നെ ലൈക്ക് കൂടെ ചെയ്ത് വെക്കുക. കാരണം അടുത്ത വീഡിയോസ് ഒക്കെ ഇടണമെങ്കിൽ, അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഒരു ഊർജം അല്ലെ. നിങ്ങൾക്ക് എന്തായാലും ഞാൻ റീപ്ലൈ തരും. ഈ IDയിൽ നിങ്ങൾ ഫീഡ്ബാക്കുകളും ക്ലാസ്സുകളുടെ അഭിപ്രായങ്ങളും ഒക്കെ പറയണം, എന്നാൽ മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവർക്കും റീപ്ലൈ തരും. ഓക്കെ, അപ്പം മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ VJR സൈനിങ് ഓഫ്. താങ്ക് യു.